ഹായ് ഗൈസ്, കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഫുഡും കൊണ്ട് നിങ്ങളെ കൊന്നിരിക്കുക. അപ്പേ ഓണമായിട്ട് നല്ല ഒരുമാതിരത്തൊരു ഓണമായിരുന്നു കേട്ടോ. ഒന്നും പറയണ്ട, ജലദോഷവും പനിയൊക്കെ ആയിട്ട് അതാണ് കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ അനക്കൊന്നും ഇല്ലാതിരുന്നത്. അങ്ങനെ നല്ല രീതിയിൽ ജലദോഷവും തൊണ്ടവേനയും ചുമയൊക്കെ ആയിട്ട് അതങ്ങനെ അങ്ങ് നടന്നുപോയി. അപ്പോൾ ഈ ജലദോഷം പനിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴല്ലോ ഈ തണുത്തത് കുടിക്കാൻ നമ്മുടെ ആക്രാന്തം ഇല്ലേ, ആ തൊര കാരണം അമ്മ അറിയാതെ ഞങ്ങൾ ഒപ്പിച്ചെടുത്ത സാധനങ്ങളാണ് ഇതൊക്കെ. സ്വിഗ്ഗി മാമനുള്ളതുകൊണ്ട് പണ്ടത്തെ പോലത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല, വെറുതെ കുത്തിയാവധി വരും. അപ്പോഴേ പറ്റൊരു വേണ്ടത് ശ്രീനന്ദാസിൽ അവിടെ നിന്നാണ് ഈ സാധനം വാങ്ങിച്ചത്. അവിടെ നിന്ന് ബോളി വാങ്ങിക്കലായിരുന്നു ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഞാൻ നോക്കിയപ്പോൾ മാംഗോ ബോബ ഷേക്ക് എന്ന് പറഞ്ഞ സാധനം കൂടെ. അപ്പോൾ ഞാനൊന്ന് ഓർഡർ ചെയ്ത് നോക്കി. എന്താ 159 രൂപ മറ്റാണ്. പക്ഷെ സാധനം തീരെ ചെറുതാണ് കേട്ടോ, കുഞ്ഞ് ഗ്ലാസ്, ക്വാണ്ടിറ്റി നല്ല കുറവാണ്. ഇതാ അവരുടെ സ്റ്റിക്കറൊക്കെ ഉണ്ട്, ശ്രീ ബോൺസായി ഷേക്ക്. അപ്പൊ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ക്വാണ്ടിറ്റിയോ ഇല്ല, ടേസ്റ്റ് എങ്കിലും ഉണ്ടാന്ന് അറിയണോ. ഇത് നമ്മളെ കരിക്കിൻ ഷേക്കാണ്. അതെ, ഇതോ അത് ഷാജ ഷേക്ക്. നമ്മുടെ കരിക്കി പിടിക്കാം. എനിക്ക് കറുത്ത ഉണ്ടുകൊണ്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കുടിക്കാൻ ചവയ്ക്കാൻ തിന്നാ. ഈച്ചോ ബാബാ എന്ന് കുടിച്ചോക്കട്ടെ. കടിക്കും. കൊള്ളാം, നല്ല കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ക്വാണ്ടിറ്റി തീരെ കുറവ് കേട്ടോ. നല്ല തിക്കാണ്. കൊള്ളാം, നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പേര് കരിക്കിൻ്റെ ഒന്നും വരുന്നില്ല, നല്ല അരിഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ മറ്റെന്താ പറയുക, മാംഗോ ബോബ ഷേക്ക് എന്നാണെങ്കിലും ഇത് ഷേക്കിൻ്റെ കൺസിസ്റ്റൻസി ഒന്നും അല്ല, വളരെ ലിക്വിഡായിട്ടാണ്. ഇത് കരിക്കും പാലും കൂടെ ഇട്ട് അടിച്ചാ നല്ല വെള്ളമാണ്. അടിപൊളി സാധനം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല വെള്ളമുണ്ട്. ഇതൊരു സാധനം കൊണ്ട് ഉണ്ടാകുന്നതോ അതിപ്പോ ഉണ്ട തപ്പി എടുക്കണമല്ല, വില അറിഞ്ഞല്ല ഇതിൽ നിന്നല്ല. സാധാ ഷേക്ക് ഇത് വേണം നോക്കട്ടെ. നല്ല ഗ്ലാസ് ആണ് ഇപ്പോഴും ഒരു പാക്കിൽ. ഗ്ലാസ് മിൽക്ക് നിർത്തേണ്ടി വരുമോ? നിർത്തിക്കൊണ്ടിരിക്കുവാണ്. ഷാജ ഷേക്ക് കൊള്ളാം. ഇനി ഞാൻ നല്ല കപ്പലിൻ്റെ ടേസ്റ്റ്. കപ്പലിൻ്റെ തൊലി കൊണ്ട് ഒറിജിനല പഴയ ക്ലാസിക് ഷാർജ. ബോബ മാത്രം ഒരു വറുത്തല്ല, ഭയങ്കര ക്വാണ്ടിറ്റി തീരെ കുറവാണ്. അതർവൈസ് ടേസ്റ്റ് അടിപൊളി. അതിൻ്റെ വല വാങ്ങിക്കണം, വലയിട്ട് പിടിക്കാം. ബോബ ഇടണമെങ്കിൽ വല വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു. മറ്റേ ഞങ്ങൾ മറന്നുപോയാലും നിങ്ങൾ മറന്നു പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മുടെ വീഡിയോസ് എല്ലാം കൃത്യമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നമ്മുടെ പേജ് കൃത്യമായി സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ താഴെയുള്ള മണിയില്ലേ, അത് അടിച്ചു പൊട്ടിക്കുക, അത് അറിയത്തെറിയ, എന്താ വെച്ചാൽ നിങ്ങൾ ഇഷ്ടമാണ് ചെയ്യാം. അതെ, ഇത് ഞങ്ങളിങ്ങനെ ചോദിക്കണമെന്നൊന്നുമില്ല. ഇതുവരെ ചോദിക്കാത്തവരും ഇത് ചെയ്യാത്ത ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കൃത്യമായി ഇതെല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ വളരെ ലേറ്റ് ആയിട്ടാണെങ്കിലും ഒരു ബിലേറ്റഡ് ഹാപ്പി ഓണം. എല്ലാവരും സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ഓണം ആഘോഷിച്ചു പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഓണം വെള്ളത്തിലായി പോയി, ഞാൻ കുഴപ്പമില്ല, എന്നാലും നമ്മൾ തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞാൽ തെറ്റാ.